അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല നാടൻ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള ഞണ്ട് കറി. നമുക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ട് നല്ലോണം ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ നല്ലോണം ഞണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ചധികം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി കൂടിപ്പോവരുത്. മഞ്ഞൾപ്പൊടി കൂടിപ്പോയാൽ നമ്മുടെ ഒരു കറിയുടെ കറക്റ്റ് കളർ കിട്ടില്ല, ഒരു യെല്ലോ കളറായി പോകും. അപ്പോൾ മഞ്ഞൾ കുറച്ച് മതിയാകും. പിന്നെ എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് ശേഷം നമുക്ക് സവാളയും തക്കാളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ക്രാബിലോട്ട് നന്നായിട്ട് മസാല പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് മസാല പുരട്ടി മാറ്റി വെക്കുക. ഇനി 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് 3 മിക്സിയിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് അതും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞണ്ട് കറി ഉണ്ടാക്കിയെടുക്കാൻ നല്ല നാടൻ കറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ എന്നും പറയുന്നത് പോലെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരിത്തിരി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരിത്തിരി ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ കൂടിപ്പോവരുത്, അപ്പോൾ നമ്മുടെ കറി കയ്പ്പ് രസമായി പോവുക. ഉലുവ കൂടിയാൽ ഒരിത്തിരി ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരിത്തിരി ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കണം, ഓൾറെഡി നമ്മൾ ക്രാബ് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു സവാള വാടാൻ ആവശ്യത്തിന് ഒരിത്തിരി ഉപ്പ് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടി കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടി പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് അത് അധികം പൊടിയാതെ കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ക്രാബ് മസാല പുരട്ടുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടല്ലോ അത് തന്നെ മതിയാകും. അപ്പോൾ ഈ ഒരു കുരുമുളകും ഗരം മസാലയും പിന്നെ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഈ ഒരു 3 പൊടികൾ ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. ആ ഒരു തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഉണ്ടല്ലോ, നമ്മുടെ മീൻ കറിയിലൊക്കെ ഇടുന്ന സാധാരണ പുളി, ആ ഒരു പുളി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് നല്ലോണം ചൂടുള്ള വെള്ളത്തിൽ ഒന്നങ്ങ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അരക്കപ്പോളം ഉണ്ടാവും. അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു മിക്സിയിലും ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഈ ഒരു വെള്ളം ഇത്രയും മതിയാകും. ഇനി നമ്മൾ ഓൾറെഡി ക്രാബ് മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബൗളിൽ മസാല പൊടിയിലോട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുത്താൽ കറക്റ്റ് ഈ ഒരു കറിക്കുള്ള ഗ്രേവി ആയിക്കോളെ. അപ്പോൾ ഈ ഒരു വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണല്ലോ, അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 വറ്റൽമുളകും ഒരു കറിവേപ്പിലയുടെ തണ്ടും ഇട്ട് കൊടുത്തിട്ട് പൊട്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മല്ലിപ്പൊടി നല്ലോണം വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലോട്ട് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്.
തേങ്ങ നല്ലോണം വറുത്തിട്ട് ഒരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ ആ ഒരു സമയം വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിം ആക്കിയാൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവുക. അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്ലെയിം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പുളിയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഞണ്ട് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആ ഒരു ഞണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ബൗളിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ക്രാബ് ഒന്ന് വേവിച്ചെടുക്കുക. ക്രാബ് വേവാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലോണം വറുത്ത് കണ്ടില്ല, ഇതുപോലെ കളറായി വരുന്ന സമയത്ത് ഇത് സ്റ്റൗവിൽ നിന്നും ഓഫാക്കിയിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരിത്തിരി വെള്ളം, ഒരുപാടൊന്നും വേണ്ട, ഇത് നല്ലോണം നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ക്രാബ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ക്രാബ് ചെറിയ ക്രാബായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലോണം തെളിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് വേണേ അരച്ചെടുക്കാൻ, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി ആ ഒരു മിക്സിയിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, അപ്പോൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി. ഞാനിപ്പോൾ ഇത് 3 നേരം നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ രാവിലെയും ഉച്ചക്കും രാത്രിയും 3 നേരം എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കറി എന്ന് വെച്ചാൽ ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്നൊരു കറിയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് തിളക്കുന്ന സമയത്ത് ഒരിത്തിരി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒരു 3-4 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇത്. നമ്മൾ ഒരിക്കലും ചൂടോടുകൂടെ തന്നെ കഴിക്കരുത്. ഇത് കുറച്ച് സമയം, ഇതിപ്പം കുറച്ച് ലൂസായതുപോലെ തോന്നും, കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് ക്രാബിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ഇരിക്കും തോറും ആ ഒരു ഗ്രേവി കുറച്ചൊന്ന് കുറുകിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരുവേ. അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് രാവിലെയും ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും രാത്രി ഫുഡിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നാടനായിട്ടുള്ളൊരു തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയാണ് ഇത്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ഞണ്ട് കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.